ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴാണ് ഇപ്പോൾ 3 മണിയായി. അപ്പോൾ നമ്മൾ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാരണം നമ്മൾ കൊല്ലംകോട്ടേക്കുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കൊച്ചി. നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റേ ചെയ്യും. കൊച്ചിയിൽ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പതുക്കെ നമ്മൾ നാളെ രാവിലെ ട്രിവാൻഡ്രത്തേക്ക് പോവും. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഇനി നമ്മൾ പൊള്ളാച്ചി പോയിട്ട് അവിടെ ഒരു ഫേമസ് കടയൊക്കെ ഉണ്ട്, എന്തോ ആക്ടേഴ്സൊക്കെ വന്ന് കഴിക്കുന്ന ഒരു കടയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇപ്പോൾ മണി 3 നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കഴിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് നേരെ പൊള്ളാച്ചി പോകുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ ആ കടയിലോട്ട് പോകുന്നു. കടയുടെ പേര് പലർക്കും അറിയായിരിക്കും, അയ്യപ്പേട്ടൻ്റെ കടയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തോ ബീഫിൻ്റെ എന്തോ സ്പെഷ്യലോ അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെയാണ് പോകുന്നത്. നല്ല വിശപ്പുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഈ ചൂട് കാറ്റും ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ട്. ഈ ചെറിയ തണൽ വരുമ്പോൾ തന്നെ ആ ചൂടിൻ്റെ വ്യത്യാസം വളരെ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുമത്. ഈ വഴി ഞാൻ ഇതേപോലത്തെ വഴിയാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. അതായത് 2 സൈഡും ഇതേപോലെ വലിയ മരങ്ങളുണ്ടാവണം. ഇപ്പോൾ റെക്കോർഡിങ്ങ മരങ്ങളുണ്ടാവണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു റോഡ്, സെറ്റ് റോഡെന്ന് പറഞ്ഞാൽ സെറ്റ് റോഡ്. അങ്ങനെ നമ്മൾ കൊല്ലംകോട് പോകുന്ന വഴിക്ക് നമ്മൾ മറ്റേ ഹോട്ടലിൽ പോകുന്നുള്ളൂ. അപ്പോൾ അത് കൊല്ലംകോട് നിന്നൊരു 10 കിലോമീറ്റർ എന്തോ മുന്നേ അങ്ങനെ എന്തോ ആണ്, കൊല്ലംകോടിനടുത്താണ്. അപ്പോൾ അവിടെ പോയി കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു എന്തായാലും. അപ്പോൾ ആക്ച്വലി തമിഴ്നാടിൽ നിന്ന് കേരളത്തിലോട്ട് വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ചേഞ്ച് കണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ആളെ പറ്റിച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നല്ല റോഡ് ഇങ്ങനെ പൊത്ത് വന്ന് കേരള ബോർഡർ കയറി കേരളത്തിൽ കുറച്ച് ദൂരം നല്ല റോഡാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 70-80 പിടിച്ച് വരികയാണ്. അപ്പോഴുണ്ട് അതൊരു ചെറിയ കയറ്റം, പിന്നെ ഇറക്കം. അപ്പോഴുണ്ട് തുടങ്ങുന്ന അവിടെ തന്നെ 2 ക്യാമറ നിരത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇങ്ങനെ ആളെ പറ്റിക്കുക എന്നുള്ളതല്ല പിന്നെ എന്തുവാ ഞാൻ പറയേണ്ടത്. അതുകൊണ്ട് തമിഴ്നാട് കേരളവും വ്യത്യാസം, 1 റോഡ് 2 ക്യാമറ. തമിഴ്നാട്ടിലൊന്നും ഒരു ക്യാമറ ഒരു കുന്തവുമില്ല. അവിടെ കേരളത്തിലാണ് തൊട്ടനും പിടിച്ചതിനും എല്ലാത്തിനും ക്യാമറ, എല്ലാത്തിനും ഫൈൻ. എന്നാൽ അതൊട്ടും കാണാനുമില്ല. അതുപോട്ടെ, നമ്മൾ വിഷയം മാറുന്നു. പിന്നെ നമ്മൾ തമിഴ്നാട് റോഡ്, തമിഴ്നാട് റോഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നിയമം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വലിയ വിലയൊന്നുമില്ല. പ്രത്യേകിച്ച് റോഡ് സേഫ്റ്റി. ആൾക്കാർ തോന്നിയ പാടെയൊക്കെയാണ് ഇറങ്ങി പോകുന്നത്, തോന്നിയ പാടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഫ്രീക്വൻ്റ് ആയിട്ട് മൃഗങ്ങൾ അവിടെ നിന്ന് ചാടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം തമിഴ്നാട്ടിലെ ഇതേപോലത്തെ ഇങ്ങനത്തെ റോഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമിഴ്നാട് പോകാനായിട്ട്. പക്ഷേ നല്ല സൂപ്പർ റോഡായിരിക്കും. ബട്ട് ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കഞ്ഞാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അവരുടെ ഏരിയയാണ്. അവിടുത്തെ പോലീസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് തന്നെ ആയിരിക്കും നഷ്ടം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല റോഡ് കിട്ടിയത്. അങ്ങനെ നമ്മൾ അയ്യപ്പൻസ് ഹോംലി മീൽസ് എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. വിചാരിച്ച പോലെ തന്നെ അടച്ച്. ഓക്കെ, ആക്ച്വലി അത് ഇടച്ചിറ എന്ന് പറഞ്ഞ ആ റോഡ് കയറിയിട്ട് വേണം പോകാൻ. ഇടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് ആ അയ്യപ്പൻസ് ഹോംലി മീൽസിലോട്ട് പോകാനായിട്ട്. പക്ഷേ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ മാപ്പ് തന്നെ പറഞ്ഞു ക്ലോസ്ഡ് അറ്റ് 3 PM എന്ന്. പിന്നെ എന്തായാലും
മറ്റുള്ളവർ പോയതല്ലേ എന്ന് വെച്ചിട്ട് നമുക്കും പോകാമല്ലോ എന്ന് വിചാരിച്ച അവസാനം തേഞ്ഞ് എനിക്കതിന് അടച്ചു കാണും. അതാണ് അവർ തിരിച്ചു പോയത്. പക്ഷെ 3 മണിക്ക് അടച്ച്, അത് ഇത്തിരി കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മളെ പാലക്കാടിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. അല്ല, ഞാൻ മുന്നേ പോയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇതാണ് ഭംഗി. പാലക്കാടൻ ഭംഗി എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. സത്യം പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞതുപോലെ സാഡ്ലി നമുക്ക് മറ്റേ പുള്ളിയുടെ കടയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ കൊല്ലങ്കോട് നിന്ന് തന്നെ വേറൊരു ഹോട്ടലിൽ കയറി അയ്യോ ഫുഡ് കഴിച്ചു. സത്യം പറയാലോ, ഫുഡ് അത്ര പോരായിരുന്നു. മുഴുവൻ നെയ്യും എണ്ണയും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഈ നെയ്യിലൊക്കെ നിറഞ്ഞു. നേരം വണ്ണം ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഇനി നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകാമെന്ന് പറയുന്നത് ഒരുപാട് ലേറ്റായി പോകും. അപ്പോൾ ഇത്രയും ഹെക്ടിക്ക് ആവേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഫസ്റ്റ് കൊച്ചിയിൽ പോകുന്നു. കൊച്ചിയിൽ നമ്മൾ ടെക്നോ ഉണ്ടോ ഇതിനെയൊക്കെ പേടിക്കണമല്ലോ കേരളത്തെത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ ട്രീബോയുടെ ട്രീബോയുടെ കീഴിലുള്ള ടൈം സ്ക്വയർ എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് രാത്രി ഫുള്ള് മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചിയൊക്കെ എക്സ്പ്ലോർ ചെയ്യും. പറ്റുന്നത്ര, ഒരുപാടൊന്നുമില്ല, പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ, അതായത് നാളെ രാവിലെ നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് തിരിക്കും. ഈ കാണുന്നതൊക്കെയാണ് പാടങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി നമ്മൾ കാണണമെങ്കിൽ ഏകദേശം ഈ കാണുന്ന ഒരു ഡെപ്തിലെങ്കിലും എന്താ പറയാൻ, പാടങ്ങളിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. എങ്കിലും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മൗണ്ടൻസിൻ്റെയും ഒക്കെ ആ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കാണാൻ ഭയങ്കര മനോഹരമാണ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ, വൈകിട്ട് വന്നിട്ട്. കാരണം ആ ഒരു തണുത്ത കാറ്റിൻ്റെയും ഒക്കെ ഒരു ഫീലാണ് ഇവിടെ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ NH വഴിക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ NH വഴി പോയി ചേർത്തലെത്തിയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഫുൾ ബ്ലോക്കായി. നമ്മൾ കാരണമല്ല, ഈ ലോറികളും ബസ്സുകളും
മുഴുവൻ ഭയങ്കര ബ്ലോക്കായി തുടങ്ങി, NH മുഴുവൻ ബ്ലോക്കായി തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, ചേർത്തല വഴിക്ക് കുമരകം വഴി കട്ട് ചെയ്ത് MC കയറി MC റോഡ് വഴിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകാമെന്ന് വെച്ചു. അതാകുമ്പോൾ വീതിയുള്ള റോഡുമാണ്, ഈ NH പോലെ അത്രയും തിരക്കും ഉണ്ടാവില്ല, സമാധാനമായിട്ട് പോയിട്ട് വരികയും ചെയ്യാം. ഒരുപാട് ക്യാമറകളുണ്ടെന്നേ ഉള്ളൂ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തലയും തിരിഞ്ഞിട്ട് കുമരകം പോകുന്ന റൂട്ടാണ്. നൈസ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ അജോ ഇല്ല, അജോ ഇതുവരെ എണീറ്റിട്ട് പോലും ഇല്ല. അജോ 10 മണിക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരത്തെ ഇറങ്ങി, തിരക്ക് കൂടുന്നതിന് മുന്നേ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യാമെന്ന് വെച്ചിട്ട് നേരത്തെ അങ്ങ് ഇറങ്ങി. വാൽപ്പാറൈ പിന്നെ മലക്കപ്പാറ, ഈ 2 പ്ലേസസിനെ കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കണ്ട ഹൈപ്പൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങൾ, ഈ വാൽപ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ലൈമറ്റ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്, അതായത് ഇപ്പം നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു കൈൻഡ് ഓഫ് ഡ്രൈ ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു, അതായത് നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ മൈൻഡിലുള്ളൊരു പിക്ചർ അവിടെ എന്താ നമുക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങിപ്പോയ സാധനങ്ങൾ തിരിച്ച് കയറി വന്നപ്പോൾ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. കാരണം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ കൊക്കയാണ്, പൊട്ടി പോലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ലേറ്റായിട്ടുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുക. ഞങ്ങളുടെ ഐറ്റിനറി അങ്ങനെ ആയിപ്പോയി, ഞങ്ങൾ കുറച്ചധികം ലാഗായിപ്പോയി ആ ഒരു ടൈമിൽ. സാധാരണ ഇങ്ങനെയൊന്നും പോകാത്തതാണ്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുമരകം ബൈപ്പാസ് വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഈ വഴി രാവിലെ വന്നൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. വിഷയം റൂട്ടാണ്, കിടു റൂട്ടെന്ന് പറഞ്ഞാൽ കിടു റൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു, ഇവിടെ അവസാനിക്കുന്നു. എന്താ പ്രൊമോഷൻ ടൈം നൗ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ. പിന്നെ നോട്ടിഫിക്കേഷൻസ് മിസ്സാകാതിരിക്കാൻ നോട്ടിഫിക്കേഷൻസ് അയക്കണം അമർത്തുക. ഓക്കെ, സോ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് സൈനിങ് ഓഫ്. ദിസ് ഈസ് മാഡി സൈനിങ് ഓഫ്. ബൈ. നല്ലൊരു ചാട്ടം വരും.